പൂച്ച വെറ്റിക്കിടക്കുന്ന ഖജനാവും വെച്ചുകൊണ്ട് എന്തു പ്രഖ്യാപിച്ചാൽ എന്ത് കാര്യം? 2021 ഞാനൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ കേരളത്തിലെ ജനങ്ങളെ. ഇവരൊരു വാക്ക് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കും. ഒരുപാട് പാവങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു ഇല്ലേ? അവർ 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഇപ്പൊ ഈ ഇലക്ഷന്റെ തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് 400 രൂപ കൂട്ടിയെന്ന്. ഞങ്ങൾ പറഞ്ഞു, മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കരുത്. ശരിയായില്ലേ? മലയാളി എന്ത് ചെയ്താ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു. എന്നിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ മണി സഖാവ് ഇടുക്കിയിൽ നിന്ന് എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ആളാ, CPM ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാ, എല്ലാവരെയും ചീത്ത വിളിക്കുക. അയാൾ പറഞ്ഞു കൊള്ളരുതാത്തവന്മാര്. വോട്ടർമാരെ പറ്റിയ ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF വോട്ട് ചെയ്തു. എനിക്ക് മണി സഖാവിനോട് പറയാനുള്ളത്, അവർ കൊള്ളരുതാത്തവരല്ല, അവർ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം 2 മാസം പെൻഷനേ ഈ സർക്കാർ കൊടുക്കുള്ളൂ. അടുത്ത 5 കൊല്ലത്തെ പെൻഷൻ അവർക്ക് കൊടുക്കേണ്ടത് UDF ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്കുണ്ട്. നമുക്കൊരു പുതുയുഗ പിറവിക്ക് തുടക്കമിടണം. അതിനുള്ള സർവസന്നാഹത്തോടു കൂടിയാണ് നമ്മുടെ UDF മുന്നോട്ട് വരുന്നത്. കേരളം ഇവർ തകർത്തു തരിപ്പണമാക്കി. നമ്മുടെ കേരളത്തെ സകല മേഖലകളെയും പൊളിച്ചു. പറയാൻ പോയാൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാണ്. ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ നമ്മൾ ഈ ദുർഭരണക്കാരെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഒരു നാടിന്റെ ഘടനയിൽ ഏറ്റവും പ്രധാനം എന്താണ്? അതിന്റെ സമ്പദ്ഘടനയാണ്. ആ സമ്പദ്ഘടന നാടിന്റെ നട്ടെല്ലാണ്. ആ നട്ടെല്ല് ഇവർ തകർത്തു. പിന്നെ എങ്ങനെയാണ് ചലിക്കാൻ കഴിയുക ഒരു നാടിന്? അടുത്ത മാസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. സംശയമൊന്നും വേണ്ട. പക്ഷേ പോകുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വേറെ 10,000 കോടി രൂപയുടെ ബാധ്യതകൾ. അവർ കേരളത്തെ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തി. നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, എവിടെ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെ നമുക്ക് വിജയിക്കണം. എവിടെയെല്ലാമാണ് ഇവർ തകർത്തെറിഞ്ഞത് കേരളത്തെ, അവിടെ നമുക്ക് കേരളത്തെ പുനർജനിപ്പിക്കണം. വേണ്ടേ? അതിനാണ് പുതുയുഗ യാത്ര. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം നടത്തി ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം വാങ്ങിച്ച് നമ്മൾ ബദൽ പരിപാടികളും സമഗ്ര പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുന്നണിയും കാണിക്കാത്ത തയ്യാറെടുപ്പോടെ ഭാവി കേരളത്തെക്കുറിച്ച് ഉള്ള പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. നമ്മൾ ഇവര് തകർത്തെറിഞ്ഞ ഈ സമ്പദ്ഘടന നമ്മളതിനെ പുനർജനിപ്പിക്കും. നമ്മൾ കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ, തന്ത്രപരമായ നികുതി പരിഷ്കരണങ്ങളിലൂടെ, കാർക്കശ്യം നിറഞ്ഞ ഖജനാവിന്റെ ചോർത്തൽ തടഞ്ഞുകൊണ്ട്, നമ്മുടെ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇന്ന് പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. പണം. ആളുകൾ പറയില്ല, സാധാരണ ഒരു ഗവൺമെന്റിന്റെ പ്രൈം ഡ്യൂട്ടി, ആദ്യത്തെ ജോലി ഖജനാവിൽ പണം ഉണ്ടാക്കുകയാണ്, അല്ലാതെ വർത്തമാനം പറയുന്നതല്ല. പ്രഖ്യാപിക്കാം, നമുക്ക് എത്ര വേണമെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുക്കാം. പക്ഷെ പണമില്ലാതെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന വിശ്വാസ്യതയില്ലാത്തവരല്ല UDF. പണം നിറയ്ക്കും ഖജനാവിൽ, വാക്കാണ്. ഖജനാവിൽ പണം നിറഞ്ഞാൽ
സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീരൊപ്പി അവന്റെ സങ്കടങ്ങൾ മാറ്റി അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റും. അതിനുള്ള പദ്ധതികൾ നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അല്ലേ? വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ നമുക്ക് കൈപിടിച്ചെണീപ്പിക്കണ്ടേ? ആരോഗ്യവതിയായി നമ്മൾ നടത്തും കേരളത്തിൽ. അതിനാണ് 9 മാസം മുമ്പ് നമ്മൾ ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ച് 300ഓളം ഡോക്ടർമാർ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഡോക്ടർമാരുടെ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. അവർ 600-ലധികം ഡോക്ടർമാരുമായും ആരോഗ്യ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി. നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ഹെൽത്ത് വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചു. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, അത് കേരളത്തിന് UDF സംഭാവന നൽകിയ നോളജ് അസറ്റാണ്, ജ്ഞാന സമ്പത്താണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള വിഷനാണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആണ്. എല്ലാവർക്കും ചികിത്സയും മരുന്നും എല്ലാം കിട്ടുന്ന സംവിധാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. നമ്മൾ അറിയണം, UDF ഈ പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ചികിത്സാ ചെലവ് ആദ്യഘട്ടത്തിൽ പകുതിയായി കുറയ്ക്കും. 2ാം ഘട്ടത്തിൽ അത് 1/3 ചികിത്സാ ചെലവ് കുറയ്ക്കും. സ്ത്രീകൾക്ക് പ്രത്യേക ആശുപത്രി ഉൾപ്പെടെ പ്രായമായവർക്കുള്ള ജെറിയാട്രിക് കെയർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന സംവിധാനങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയക്കുറവ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് നടപ്പാക്കിയാൽ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള ആളുകൾ ചികിത്സയ്ക്കായി നമ്മുടെ കേരളത്തിൽ എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് പോയി പഠിക്കുന്നു അല്ലേ? UDF വരുമ്പോൾ ജർമ്മനിയിലും കാനഡയിലും UK-യിലും ഓസ്ട്രേലിയയിലും പോയി യൂണിവേഴ്സിറ്റികളിൽ പോയി നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കും. അവർ പുറത്തു വരുമ്പോൾ 2 ഓപ്ഷനാണ് അവരുടെ മുമ്പിൽ. 1 തൊഴിൽ, 2 സംരംഭം. കേരളത്തിൽ ഇന്നേ വരെ അവതരിപ്പിക്കപ്പെടാത്ത ഒരു സമഗ്രമായ തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കുക. കാർഷിക മേഖലയിൽ അതിശക്തമായ ഒരു പാക്കേജ്, വന്യജീവി ആക്രമണം തടയുന്നത് ഉൾപ്പെടെ ന്യായ വില കിട്ടുന്നത് ഉൾപ്പെടെയുള്ള പാക്കേജ്. വിദ്യാഭ്യാസ രംഗത്തെ ഡോക്യുമെന്റ് നമ്മൾ നാളെ അവതരിപ്പിക്കും. തൃശ്ശൂരിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്, ദിശാബോധം നൽകുന്ന ഡോക്യുമെന്റ് നാളെ അവതരിപ്പിക്കുന്നത് സാംസ്കാരിക നഗരിയിൽ വെച്ചിട്ടാണ്. നാളെ രാവിലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഒരു സ്വപ്നതുല്യമായ പല പദ്ധതികളുണ്ട്. അതിലൊരു പദ്ധതി, നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. അതിൽ 2 ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. കൊച്ചി, കണ്ണൂർ എയർപോർട്ടുകളെ സമന്വയിപ്പിച്ച് 27 പുതിയ ഏവിയേഷൻ പ്രോജക്റ്റുകൾ നമ്മൾ അനൗൺസ് ചെയ്യും അടുത്ത ദിവസം. അതിൽ പൈലറ്റ് ട്രെയിനിങ് കോളേജ് ഉണ്ട്, ഏവിയേഷൻ ക്രൂവിന് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. 4 ഇന്റർനാഷണൽ എയർപോർട്ടുള്ള കേരളത്തിനെ അതിന് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള 27 പദ്ധതികൾ, എല്ലാം വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ പദ്ധതി. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ്. ഡേറ്റയാണ് അടിസ്ഥാനപരമായ ഇന്ന് ലോകത്ത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് ഡേറ്റ. ആ ഡേറ്റ കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് നമ്മുടെ ഗവേണൻസ്, ഭരണം. UDF കേരളത്തിലെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് ഗുഡ് ഗവേണൻസ് ആണ്, സദ്ഭരണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനിയും കുറെ പരിപാടികളുണ്ട്. കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ എന്ന് വെച്ചാൽ മുഴുവൻ പറയാം. പക്ഷെ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും, ഇത് ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമുള്ള വരവല്ല, ഇത് കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി കൂടിയുള്ള വരവാണ്. അത് ബോധ്യമാകും. ഞാൻ നിങ്ങൾക്ക് UDF വേണ്ടി വാക്ക് തരുന്നു, കേരളം ഇനി പിന്നോട്ട് നടക്കില്ല.
നമ്മുടെ കേരളം ഇനി മുന്നോട്ട് കുതിക്കും. നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമുക്ക് നമ്മുടെ കേരളത്തെ മാറ്റണം. ഇവിടെ ഇതൊന്നും അല്ലല്ലോ ചർച്ച ഒടുക്കത്തെ വർഗീയതയാണ് ചർച്ച. നമുക്കറിയാം, സംഘപരിവാറിനെ പൂരം കലക്കിയ സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, സംഘപരിവാറിന് എല്ലാവരും കൂടി സന്തോഷമായിട്ട് നിന്ന അവർക്ക് സങ്കടം വരും. അവർ വിദ്വേഷ പ്രചരണം നടത്തി നമ്മളെ ഭിന്നിപ്പിക്കും, നമ്മളെ ശത്രുക്കളാക്കും. അപ്പോഴാണ് അവർക്ക് സന്തോഷം വരുന്നത്. പക്ഷേ എനിക്ക് സങ്കടം സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെയാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത്. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിൽ സഞ്ചരിക്കുകയാണ്. അവർ തമ്മിൽ വലിയ ബന്ധമാണ്. ഇരട്ടച്ചങ്കെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അമിത്ഷായെയും മോഡിയെയും കാണുമ്പോൾ ഇരട്ടച്ചങ്ക അപ്രത്യക്ഷമാവും. അവർ പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കും. പൂരം കലക്കാൻ പറഞ്ഞാൽ പൂരം കലക്കും. ഇല്ലേ? പൂരം കലക്കിയില്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് ഗൂഢാലോചന നടത്തി, ആസൂത്രണം നടത്തി, മനഃപൂർവമായി പൂരം കലക്കി BJPക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം ഈ തൃശ്ശൂരിൽ ഉണ്ടാക്കിയില്ലേ? മന്ത്രി രാജനോടും രാധാകൃഷ്ണനോടും ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലീസ് ആംബുലൻസിൽ കയറ്റി മുൻപിൽ പൈലറ്റും പുറകിൽ എസ്കോർട്ടുമായി MP പോലും അല്ലാതിരുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ ആ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നോ പോലീസ്? ആരുടെ ഗൂഢാലോചനയായിരുന്നു? ആരുടെ ഗൂഢാലോചന? ഇപ്പൊ എവിടെ പോയി പൂരം കലക്കിയത്? ഇപ്പൊ എവിടെ പോയി? അതൊന്നും കാണുന്നില്ല. അവരെ ആരെയും കാണുന്നില്ല. ഇപ്പോൾ പൂരം കലക്കി BJPയുടെ വഴികളിൽ താമരപ്പൂകൾ വിതറിക്കൊടുത്ത പാർട്ടിയാണ് CPM. മനസ്സിലായ? CPIക്കാരൊന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്, ഭാവിയിലും നല്ലതാണ്. CPIക്കാർക്ക് കുറെ പേർക്ക് അറിയാം അവർക്ക്, പക്ഷെ എല്ലാവരും സമ്മതിക്കില്ല. കുറെ പേർക്ക് അറിയാം അവർക്ക്. ആ ബന്ധമാണ്. എന്നിട്ടിപ്പോ CPM വർഗീയത പറയാം. നിങ്ങൾക്കറിയാം, CPM ന്യൂനപക്ഷ വർഗീയതയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്, അല്ലേ? എന്തൊരു പ്രസംഗമായിരുന്നു പിണറായി വിജയന്റെ! ന്യൂനപക്ഷങ്ങളോടുള്ള പ്രേമം ഇങ്ങനെ ഒഴുകുകയായിരുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന ആക്രമണം. പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായ തട്ടിപ്പാണെന്ന്. അവർ വോട്ട് ചെയ്തില്ല. അപ്പോ പ്ലേറ്റ് മാറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ. പിന്നെ ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി പ്രസ്താവന കൊടുത്തു. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് തിരികൊളുത്തി പിണറായി വിജയൻ. ഭയങ്കര ബുദ്ധിമാനാണ്. അതിന്റെ പുറകെ കിങ്കരന്മാർ AK ബാലൻ, വിജയ രാഘവൻ, ആരൊക്കെയാ? സജി ചെറിയാൻ, എല്ലാവരും വന്നു. പിന്നെ പിണറായി വിജയൻ ഒരു സ്വഭാവമുണ്ട്, നന്നായി വർഗീയത പറയുന്നവരെ ഇടയ്ക്ക് പോയി പൊന്നാടാനേക്കും. അവരെയും കൂടി കൂട്ടും വർഗീയത പറയാൻ, ഇല്ലേ? സജി ചെറിയാൻ പറഞ്ഞത് എന്താ? മന്ത്രി മലപ്പുറത്തെ ജയിച്ചവരുടെ ലിസ്റ്റ് ഒന്ന് നോക്ക്, പേരൊന്ന് നോക്ക്. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതാ. തൃശ്ശൂരിൽ ജയിച്ചവരും എറണാകുളത്ത് ജയിച്ചവരും തിരുവനന്തപുരത്ത് ജയിച്ചവരും ഒക്കെ ഇല്ലേ കേരളത്തിൽ? എല്ലാവരും ഇല്ലേ? അവരുടെ അല്ല, മലപ്പുറത്ത് ജയിച്ചവരുടെ നോക്ക്. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞൊരു മന്ത്രി ഒരു മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണത്രേ. UDF ആണെങ്കിൽ 24 മണിക്കൂറിനകം ചെവിക്ക് പിടിച്ച് പുറത്താക്കിയാണ് ഇതുപോലെ വർഗീയത പറയുന്നവരെ. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും സമ്മതിക്കില്ല. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കും. കേരളത്തിൽ ആരും വർഗീയത പറയണ്ട. ഏത് കൊമ്പൻ വന്ന് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലത്താണ് എല്ലാവരും വെള്ളം ചേർക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിൽ വെള്ളം ചേർക്കില്ല. ഉറച്ച നിലപാടാണ്. ഇനി കുറെ ആളുകൾ വരും, ഞങ്ങൾ വോട്ട് ബാങ്ക് ഉള്ളവരാണ്. ഞങ്ങൾ പറയും, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചേക്കണം, വർഗീയത പറയാൻ പറയരുത്. അതാണ് നമ്മുടെ നിലപാട്. ആ നിലപാട് ശക്തമായി നമ്മൾ സ്വീകരിക്കും. ഞാൻ കരുതുന്നത് മതേതര കേരളം ഇരു കൈകളും നീട്ടി നമ്മുടെ മതേതര നിലപാടിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ മതേതര കേരളം തലയെടുപ്പോടുകൂടി ഈ രാജ്യത്തിന്റെ മുഖത്ത് നോക്കി പറയും,
ഇത് ഞങ്ങളുടെ കേരളമാണ്, മതേതര കേരളമാണ്, ഇതാണ് ഈ രാജ്യത്തിന് മോഡൽ എന്ന്. അങ്ങനെ ഒരു മതസൗഹാർദ്ദമുള്ള നാടാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റണം. നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇവർ ഇടതുപക്ഷമൊന്നുമല്ല, ഇവർ തീവ്ര വലതുപക്ഷമാണ്, ഇവർ കളവാണ്. നിങ്ങൾ കണ്ടില്ലേ, രക്തസാക്ഷി ഫണ്ട് വരെ അടിച്ചു മാറ്റുക. ഇപ്പൊ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPM ലോട്ടറി അടിക്കുന്ന പോലെ, ബമ്പർ. പിന്നെ പിരിവ് തുടങ്ങുക, അവന്റെ കുടുംബത്തിന് എന്തെങ്കിലും കൊടുത്ത് പൈസ അടിച്ചു മാറ്റുകയാണ്. പയ്യന്നൂരിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തു എന്ന് പറഞ്ഞവനെയാണ് പുറത്താക്കിയത്, കുഞ്ഞികൃഷ്ണൻ. കട്ടെടുത്തവനെ ഒന്നും ചെയ്തില്ല. ശബരിമലയിൽ കണ്ടോ, അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത 3 CPM നേതാക്കൾ ജയിലിലാണ്. സ്വർണം മാത്രമല്ല, ശ്രീകോവിലിന് മുന്നിലുള്ള അതിമനോഹരമായ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെയും പറ്റിച്ചു. കാരണം അയാളോട് പറഞ്ഞില്ല ഇത് കട്ട മുതലാണെന്ന് പറഞ്ഞാൽ അയാൾ മേടിക്കുമോ? കോടികൾക്ക് മേടിക്കുമോ? എന്നിട്ട് അതിൻ്റെ ഒരു വ്യാജ സാധനം മോൾഡ് ഉണ്ടാക്കി ചെമ്പില്, എന്നിട്ട് അതിലെന്തോ പൂശിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്. കോടതിയാ പറഞ്ഞത്. ഇവര് ചെയ്തതാണ് CPM പിണറായി 1ാം സർക്കാരിന്റെ കാലത്ത് അവര് നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ചെയ്താണ്. കോടതി പറഞ്ഞു 2019 നടന്ന ഈ തട്ടിപ്പ് ആരും അറിഞ്ഞില്ല കുറെ നാളത്തേക്ക്. കള്ളൻ മോഷ്ടിച്ചാൽ പിന്നെ ആരും കുറെ നാളത്തേക്ക് അറിഞ്ഞില്ലെങ്കിൽ കള്ളൻ എന്ത് ചെയ്യും? പിന്നെ രണ്ടാമതും കാക്കും. അത് തന്നെ 2024 ആയപ്പോൾ വീണ്ടും കോടതി പറഞ്ഞു, ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി, വ്യാജമായ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കി, ഇപ്പൊ സ്വർണം പൂശണം, കക്കാൻ പോണ്ടിയാ വീണ്ടും രണ്ടാമത് കക്കാൻ. അപ്പൊ കോടതി ഇടപെട്ടു. ഞാൻ കരുതുന്നത് സാക്ഷാൽ ധർമ്മശാസ്ത്രാവ് ഇടപെട്ടെന്ന. ഇല്ലെങ്കിൽ അയ്യപ്പനറിയാം, അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഇവന്മാരെ അടിച്ചു മാറ്റുമെന്ന്. ഇതിപ്പോ കണ്ട ആഗോള അയ്യപ്പ സംഗമം. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അയ്യപ്പ ഭക്തി, ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഇതെന്താ അയ്യപ്പനോട് ഇത്ര സ്നേഹം? കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് വെച്ച് അയ്യപ്പനേക്കാൾ വലിയ പടം പിണറായി വിജയൻ. ഇപ്പോഴാ മനസ്സിലായത് അതും കളവായിരുന്നു. ഇപ്പൊ കണക്ക് കൊടുത്തിട്ട് യോജിക്കല്ല. ആകെ 600 പേരാണ് പങ്കെടുത്തത്. 11 കോടിയാ, 12 കോടിയാണ് ചെലവ്. 600 പേര് പങ്കെടുത്ത പരിപാടിക്ക് 3000 പേർക്ക് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം? 4000 പേർക്ക് എങ്ങനെ ലഞ്ച് കൊടുക്കണം? എഴുതിയെടുത്തേക്കാണ് കണക്ക്, കള്ളക്കണക്ക്. 5000 പേർക്ക് അത്താഴം കൊടുത്തത്. കിടക്ക വരെ അടിച്ചു മാറ്റി. എന്താണ് നന്ദഗോപൻ എന്ന് പറയുന്ന ഒരു ഭജന സംഘത്തിനെ കൊണ്ട് ഗാനമേള നടത്തിയെന്ന് പറയുന്നത്. അവർ 8 ലക്ഷം രൂപ എഴുതിയെടുത്തു. അവര് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പോലും ഇല്ല. അവരുടെ പേരിൽ എഴുതിയെടുത്തത്. ഞാൻ ഇവരോടൊക്കെ ഒരു കാര്യം പറഞ്ഞു. കൊല്ലത്ത് CPM കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ അവരൊരു ഫെസ്റ്റിവൽ നടത്തി. അപ്പോ ഒരു കുതിരയെ കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. കുതിരയെ കൊണ്ടുവന്നെങ്കിൽ വാഹനം വേണ്ടേ? അപ്പൊ വാഹനത്തിന്റെ ചെലവ് എഴുതിയെടുക്കണ്ടേ? അപ്പൊ വാഹനത്തിന്റെ ചെലവ് എഴുതുമ്പോൾ, വൗച്ചർ എഴുതുമ്പോൾ വാഹനത്തിന്റെ നമ്പർ എഴുതണം. അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പർ വൗച്ചറിൽ എഴുതി. ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനം മാരുതി 800. മാരുതി 800 കുതിരയെ കൊണ്ടുവന്ന ബിരുദന്മാരാണ് ഇവന്മാർ. അപ്പൊ അവർ അതേ ടീമാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് എഴുതിയിരിക്കുന്നത്. അസംബ്ലി കൊടുത്ത കണക്ക് വേറെ, ഓഡിറ്റിന് കൊടുത്ത കണക്ക് വേറെ, ഹൈക്കോടതി കൊടുത്ത കണക്ക് വേറെ. കണക്ക് എവിടെ യോജിക്കുന്നില്ല. അടിച്ചു മാറ്റിയതാണ്. എടോ, അയ്യപ്പന്റെ അടിച്ചു മാറ്റാമെങ്കിൽ പിന്നെ ആരുടെ അടിച്ചു മാറ്റാൻ പറ്റാത്ത, എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളുടെ സംഘമായി, കൊള്ളക്കാരുടെ സർക്കാരായി. എല്ലാം തകർത്തു. KSRTC പോയി. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ KSEB ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 22 പൈസ നമ്മൾ കുറച്ചു കൊടുത്തു. ഇപ്പൊ എത്രയാണെന്നറിയാം KSEBയുടെ നഷ്ടം? 50,000 കോടി. അത്രേ പറ്റിയുള്ളൂ, അത്രേ നഷ്ടമുള്ളൂ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് 4000 കോടി, 2500 സ്റ്റേറ്റും വേറെ കൊടുക്കാനുള്ളത്. പിന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടിയാണ്. കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത് 1200 കോടി. പെൻഷൻകാർക്ക്, ജീവനക്കാർക്ക്, അധ്യാപകർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി. പേ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന് നടപ്പാക്കേണ്ട സമയമായപ്പോഴാണ്, പോണ പോക്കിലാണ് പേ കമ്മീഷൻ വെക്കുന്നത്. കാര്യം അറിയാലോ, പേ കമ്മീഷന്റെ റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ പൈസ കൊടുക്കേണ്ടത് അടുത്ത സർക്കാർ, അവർക്ക് കൊടുക്കേണ്ടി വരില്ല എന്നറിയാം. കേരളത്തെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തിയിട്ടാ പോകണം. എന്നിട്ട് ഒടുക്കത്തെ പ്രഖ്യാപനമാണ്,
പൂച്ച വെട്ടിക്കിടക്കുന്ന ഖജനാവും വെച്ചുകൊണ്ട് എന്തു പ്രഖ്യാപിച്ചാൽ എന്ത് കാര്യം? 2021 ഞാനൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ കേരളത്തിലെ ജനങ്ങളെ. ഇവരൊരു വാക്ക് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കും. ഒരുപാട് പാവങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു ഇല്ലേ? അവര് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഇപ്പൊ ഈ ഇലക്ഷന്റെ തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് 400 രൂപ കൂട്ടിയെന്ന്. ഞങ്ങൾ പറഞ്ഞു, മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കരുത്. ശരിയായില്ലേ? മലയാളി എന്ത് ചെയ്താ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു, എന്നിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ മണി സഖാവ് ഇടുക്കിയിൽ നിന്ന് എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ആളാ, CPM ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാ, എല്ലാവരെയും ചീത്ത വിളിക്കുക. അയാൾ പറയും കൊള്ളരുതാത്തവന്മാര്. വോട്ടർമാരെ പറ്റിയാ ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF വോട്ട് ചെയ്തു. എനിക്ക് മണി സഖാവിനോട് പറയാനുള്ളത്, അവർ കൊള്ളരുതാത്തവരല്ല, അവർ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം 2 മാസം പെൻഷനേ ഈ സർക്കാർ കൊടുക്കുള്ളൂ. അടുത്ത 5 കൊല്ലത്തെ പെൻഷൻ അവർക്ക് കൊടുക്കേണ്ടത് UDF ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്കുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക. സാധാരണ തൃശ്ശൂരിൽ ഒരു 7 മണി 7:30 കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു. ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ UDF ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ തൃശ്ശൂര് നിങ്ങൾ തൂക്കണം. തൂക്കോ? ഏറ്റോ? ഈ ജില്ലയിൽ അത്ഭുതകരമായ വിജയം ഉണ്ടാകണം. ഞാൻ ഇന്ന് 6ാമത്തെ പരിപാടിയിലാണ് സംഘടി നടക്കുന്നത്. 6ാമത്തെ പരിപാടി. ഓരോ പരിപാടിയും മത്സരിച്ച് ഗംഭീരമാവുകയാണ്. തൃശ്ശൂരും ഒല്ലൂരും ഉണ്ട് ഇവിടെ. ഞാൻ തൃശ്ശൂർ ജില്ലയെ പറ്റിയാണ് പറഞ്ഞത്. ജില്ല മൊത്തം, ജില്ലയിലെ നേതാക്കന്മാരും എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമ്മുടെ കോട്ടയാണ് തൃശ്ശൂർ ജില്ല. ഞാൻ വെറുതെ അല്ല പോരാളികൾ എന്ന് വിളിച്ചത്. പോരാളികളായ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത്, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, കഠിനാധ്വാനം ചെയ്ത് ഉജ്ജ്വലമായ വിജയം നമ്മുടെ UDF ഉണ്ടാക്കണം. ഏറ്റോ? ഉറപ്പാണോ? ആ ഉറപ്പാണ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പോകുന്നത്. നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തും.